ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാലത്തത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മത്തം വള്ളീൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇളകിപ്പോയിരിക്കും. നിറയെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയത്ത് ഒഴുകി വന്നതായിരിക്കും. കുറച്ച് കടലകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കളയണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മത്തം വള്ളിയൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ നിലത്ത് കൂടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറ് കെട്ടി കൊടുത്തത് കൊണ്ട് തന്നെ ബാക്കി മേളിലേക്ക് കയറി നമ്മുടെ സൺസൈഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ട് നിന്ന് മോനേട്ടനും വന്നു. മോനേട്ടൻ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. പിന്നെ ഇത് ഈ മാസം നമ്മൾ റേഷൻ കടയിൽ നിന്നും മേടിച്ച മട്ടരി ആയിരുന്നു. അതിൽ കുറേ അധികം വെള്ളരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേറി വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും മോനേട്ടൻ ഷർട്ട് ഇട്ട് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കൊരു നേരം പോക്കുമായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഇന്നലെ വടക്കഞ്ചേരിയിൽ പോയപ്പോൾ കുറച്ച് അയില മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പെട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചാറും വയ്ക്കുക, ബാക്കിയുള്ളതിനെ വറുക്കാമെന്നും വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ ഉലുവയും കടുകുമൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തതിന് ശേഷം കറിയിലേക്ക് താളിച്ചൊഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നവരാത്രി പൂജയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൂജ വെപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ദിവസം തന്നെ നോൺ വെജുകളൊന്നും തന്നെ വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി മീൻ കറി ആയിക്കോളാമെന്ന് വിചാരിച്ചു. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിൽ പിന്നെ പൊന്നൂസ് സ്കൂളിലേക്ക് പോണത് കാരണം നമ്മൾ കാലത്ത് തന്നെ ഉപ്പേരിയും ഒരു ചാറ് കറിയും വെക്കും. പിന്നെ വേറൊന്നും വെക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം മുഴുവനാക്കും. ഇന്ന് പിന്നെ മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണിയോടെ കഴിയും. ഒരു ചാറ് കറിയും വറുത്തതും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസത്തേക്കുള്ളതായല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീറ്റ് വന്നു. പിന്നെ ഇവിടെ പൊന്നൂസും മോനേട്ടൻ ചായ കുടിക്കില്ലല്ലോ, ഞാൻ മാത്രമല്ല ചായ കുടിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് റാഗി എടുത്തിട്ട് അതൊന്ന് കുറുക്കി കൊടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അതിനായിട്ട് കുറച്ച് ശർക്കര പാനി ആദ്യമേ ഉണ്ടാക്കി. പിന്നെ റാഗി പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ അടുപ്പിൽ വെക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുക്കിയെടുത്തു. പിന്നെ പൊന്നൂസിന് കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിട്ട് കുറച്ച് നാളികേരം ചെരുവി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാൽ മാത്രം കഴിക്കുള്ളൂ. പിന്നെ മോനേട്ടന് പിന്നെ നാളികേരമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം എനിക്ക് ചായ വെക്കാനായിട്ട് നിന്നു. കാലത്ത് മേടിച്ച പാലിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാൽ ചായ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ മാത്രമല്ല ചായ കുടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാക്കറ്റ് മേടിച്ചാലും ബാലൻസ് വരും. എന്താണേലും കാലത്തും വൈകിട്ടും ഓരോ ചായ കിട്ടാണ്ടിരുന്നാൽ വല്ലാത്തൊരു തലവേദനയാണ്. അപ്പോൾ ചായയും കൊണ്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എനിക്ക് കുറയ്ക്കാനായിട്ട് കുറച്ച് പക്കോട കൊണ്ടുവന്നാണ്. അത് മോനേട്ടൻ കയ്യിലാക്കി. അങ്ങനെ അതിന്ന് രണ്ടുപേരും കൂടി കൈയിട്ട് വാരി അതൊക്കെ കഴിച്ചു. പിന്നെ നാളേക്ക് ആപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ കുറച്ച് ആദ്യം തന്നെ അരച്ചെടുത്തു. പിന്നീട് കുറച്ച് നാളികേരവും കുറച്ച് ചോറും കൂടി അരച്ചെടുത്തു. അപ്പോൾ ആപ്പത്തിനുള്ള മാവ് അങ്ങനെ തയ്യാറാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക് യു.